നമ്മുടെ ജോയ് ചേട്ടൻ ഒരുപാട് മാങ്ങകളൊക്കെയാണ് നമുക്ക് തരുന്നത്. സാധാരണ മാങ്ങ നമ്മൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആളുകളാണല്ലോ. മാങ്ങ നമ്മൾ ഇത്രയും മാങ്ങ പറിച്ചെടുക്കുമ്പോൾ മുഖത്ത് ഒരു ചെറിയൊരു മുഷിപ്പ് പോലും. അതെന്താന്ന് വെച്ചാലേ അങ്ങേര് ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്. അപ്പൊ കുറേ ഇവിടെ വേസ്റ്റ് ആയി പോകണം, അങ്ങേക്ക് തിന്ന് തീരുന്നില്ല. അപ്പൊ നമ്മളെ പോലത്തേക്ക് തരിക വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യണം. അല്ല അങ്ങനെയല്ല, ഇതൊരു സ്കൂൾ വെക്കേഷനും കൂടെ. അതിപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ ഫിഷ് ഫാമിനകത്ത് എത്രപോലെ മീനാണ്, ഒരു മീനും അദ്ദേഹം വിൽപ്പന നടത്തുന്നില്ല. ആ ഒരു ഇതിനൊക്കെ ഒരു പിന്നെ സംരക്ഷിച്ച് ഇതിനൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. മാങ്ങ കച്ചവടക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർ മാങ്ങയൊക്കെ പറയും, പക്ഷെ ആ രൂപ കൊണ്ട് കിട്ടുന്നതിനേക്കാളും സംതൃപ്തി എനിക്ക് ഇങ്ങനെ ഓരോ 4 ആൾക്ക് 4 മാങ്ങ കൊടുക്കുന്നില്ല. ഇപ്പൊ സ്കൂളിൽ കൊടുത്തു, പിന്നെ നാളെ കഴിഞ്ഞ് എന്നും ആളാണ്. അതെ, നമ്മൾ മനസ്സിലാക്കണേ എന്നും ഇതുപോലെ ആളുകൾ ഈ ഓർഫനേജ് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ പ്രായമുള്ളവരുടെ ഇതില് വയോധികർ അവർ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് സ്കൂള് കോളേജുകള് അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അതൊരു സന്തോഷമാണ്. അപ്പം അവർക്കത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി എനിക്ക് 10,000-5,000 രൂപ കിട്ടുന്നതിനേക്കാളും സംതൃപ്തി നോക്കുകയാണെങ്കിൽ ആ നമ്മളെ സ്കൂൾ വെക്കേഷൻ സമയത്ത് നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നത്. ഇത് പിന്നെ നമുക്ക് ഇതിൽ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും സമയം നമുക്കിത് പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും നമ്മളെ കൂടെ വന്നു എന്നുള്ളതാണ്. അത് നമുക്ക് വലിയൊരു അനുഭവമാണ്. പകുതി ഭാഗം ഈ കാണാൻ കിടക്കുകയാണ്, പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഈ സമയം പാതി വെച്ച്